ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഇംഗ്ലീഷിൽ സാധാരണഗതിയിൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ട്രാവൽ ഇൻഫോ തയ്യാറാക്കുക എന്ന ചോദ്യം. സാധാരണ 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ആൻസർ ഷീറ്റിൻ്റെ ഒരു പുറത്ത് വൃത്തിയായി കോളം വരച്ച് അതിൽ എഴുതിയെടുക്കാവുന്ന വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ട്രാവൽ ഇൻഫോ എന്നത്. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ആ പ്ലേസിൻ്റെ വിവരങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ എഴുതിയാൽ ട്രാവൽ ഇൻഫോ ആവാം. ആദ്യം തന്നെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് തുടക്കത്തിൽ നൽകണം എന്നുള്ളതാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രം ഏത് കാലത്താണ് രൂപപ്പെട്ടതെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രത്യേകത എന്താണെന്നും അവിടെ എത്തിച്ചേരാനുള്ള മാർഗം എന്താണ് എന്നെല്ലാമാണ് നമ്മൾ ആദ്യമായി എഴുതേണ്ടത്. ഹൗ ടു ഗെറ്റിംഗ് ദർ, എങ്ങനെ അവിടെ എത്താം, അതുപോലെ റോഡ് മാർഗമാണോ, റെയിൽ മാർഗമാണോ, എയർ മാർഗമാണോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാണാനുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു ചെറു വിവരണമാണ് ട്രാവൽ ഇൻഫോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ട്രാവൽ ഇൻഫോ എന്ന ഏറ്റവും മുകളിലായി ചെറുതായി നമുക്ക് എഴുതാം. അതിനുശേഷം ആ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര് വലിയ അക്ഷരത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം. പിന്നീട് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം നൽകുക എന്നുള്ളതാണ്. നമ്മളിവിടെ നൽകുന്നത് മലമ്പുഴ ഡാം, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഹെഡിങ് നമ്മൾ മലമ്പുഴ ഡാം എന്ന് കൊടുത്തു. ഇനി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ആദ്യമായി നമ്മൾ എഴുതുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡാംസ് ആൻഡ് റിസർവയർ ഇൻ കേരള ലൊക്കേറ്റഡ് നിയർ പാലക്കാട്, built in 1955. The dam is 66 feet height and crosses the Malambuzha River, a tributary of Bharatapuzha. August to April are the best month to visit. Contact number 0471232132. ഇങ്ങനെ നമ്മൾ ആ പ്ലേസിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം നൽകി. ഇനി അടുത്തതായിട്ട് നമുക്ക് എഴുതേണ്ടത് ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ്. അപ്പോൾ സൈഡ് ഹെഡിങ് ആയിട്ട് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഹൗ ടു ഗെറ്റിംഗ് ദർ, എങ്ങനെ അവിടേക്ക് എത്തിച്ചേരാം. സൈഡ് ഹെഡിങ് നൽകി അതിന് അണ്ടർലൈൻ ചെയ്തു. ബൈ റോഡ്, റോഡ് മാർഗം എത്താവുന്നത്. ബസ്സസ് ആൻഡ് ടാക്സി വിൽ ടേക്ക് യു മലമ്പുഴ ഫ്രം പാലക്കാട്. നെക്സ്റ്റ് ബൈ റെയിൽ, ദ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഈസ് പാലക്കാട് ജംഗ്ഷൻ. തേർഡ് ബൈ എയർ, ദി കോയമ്പത്തൂർ എയർപോർട്ട് ഈസ് ദ നിയറസ്റ്റ്. അപ്പോൾ ഹൗ ടു ഗെറ്റിംഗ് ദർ എന്നുള്ള ഹെഡിങ് കൊടുത്താൽ അവിടേക്ക് എത്തിച്ചേരാവുന്ന 3 മാർഗങ്ങളും നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ബൈ റോഡ്, ബൈ റെയിൽ, ബൈ എയർ. അപ്പോൾ ഈ ഒരു കണ്ടന്റ് മറക്കരുത്. നെക്സ്റ്റ് ഡോൺ മിസ് ഔട്ട് എന്നാണ് അടുത്ത ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുത്തത്. ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കാണേണ്ട ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ ടൂറിസ്റ്റ് പ്ലേസിലെ ആകർഷകമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ദ ഡാം, ദ സ്നേക്ക് പാർക്ക്, മലമ്പുഴ ഗാർഡൻ ആൻഡ് റോപ്പ് വേ. ഇവിടെ എത്തിയാൽ കാണാവുന്ന സ്ഥലങ്ങളുടെ പോയിന്റ്സ് നമ്മൾ കൊടുത്തു. ഇനി ആ സ്ഥലത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ, പാനീയത്തിൻ്റെ തുടങ്ങിയ രുചികളുണ്ടായിരിക്കും. ആ രുചികളെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത് ആ ഫ്ലേവറിനെയാണ് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത്. ദ ക്വസിനി, ഫ്രൈഡ് ഫിഷസ് ആൻഡ് ഫ്രഷ്ലി കോട്ട് എന്ന് നമ്മളിവിടെ അടയാളപ്പെടുത്തി. അടുത്തതായിട്ട് നമുക്ക് സൈഡ് ഹെഡിങ് ആയിട്ട് നൽകാവുന്നത് അക്കോമഡേഷൻ ആണ്. ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് താമസ സൗകര്യം നമുക്ക് ലഭിക്കുക, ഏതെങ്കിലും ഹോട്ടലിൻ്റെ പേരുകളാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ പേരുകൾ നമ്മൾ നൽകി. KTDC ഗാർഡൻ ഹൗസ്, മലമ്പുഴ ഡാം റിസോർട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ട്രാവൽ ഇൻഫോയിൽ ഉൾക്കൊള്ളിക്കാനുള്ളത്. ഏറ്റവും അവസാനം നമ്മൾ എഴുതി കൺക്ലൂഡ് ചെയ്യുന്നു, എൻജോയ് യുവർ ട്രിപ്പ്. അപ്പോൾ എഴുതേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ട്രാവൽ ഇൻഫോ എന്ന് ഏറ്റവും മുകളിൽ ചെറിയ അക്ഷരത്തിൽ എഴുതുന്നു. പിന്നീട് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നു. ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം ഇൻട്രൊഡക്ഷനായി നൽകുന്നു. അതിനുശേഷം നമ്മൾ എഴുതുന്നത് ഹൗ ടു ഗെറ്റിംഗ് ദർ എന്നുള്ളതാണ്. ഡോൺ മിസ് ഔട്ട് എന്നുള്ളതാണ്. ഫ്ലേവറാണ്, അക്കോമഡേഷനാണ്. ഇത്രയും കണ്ടന്റുകൾ മാത്രമേ നമുക്കൊരു ട്രാവൽ ഇൻഫോയിൽ എഴുതേണ്ടതുള്ളൂ. നമുക്ക് പൂർണ്ണമായും 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ചോദ്യം വന്നാൽ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ ഒരു ട്രിക്കുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.